ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ജംഷി. ഒരു ഹെന്ന ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഐ എം നോട്ട് എ പ്രൊഫഷണൽ ഹെന്ന ആർട്ടിസ്റ്റ്. സോ ലെറ്റ്സ് കോൾ ഇറ്റ് എ പ്രാക്ടീസ് ക്ലാസ്. നമുക്കൊരു പ്രാക്ടീസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കൊരുമിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ഹെന്ന. സോ ഐ തോട്ട് ഓഫ് സ്റ്റാർട്ടിങ് ഫ്രം ബേസിക്സ്. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ ഹെന്നയിൽ. സോ ലെറ്റ്സ് പ്രാക്ടീസ് ലൈൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കംഫർട്ടബിളായിട്ടുള്ള ഒരു പൊസിഷനിൽ വേണം ഹെന്ന കോൺസ് പിടിക്കാൻ. എന്നിട്ട് അതിന് പ്രഷർ അപ്ലൈ ചെയ്യുക. ഒരു ഈവൻ പ്രഷറാണ് നമ്മൾ ലൈൻസ് വരയ്ക്കുമ്പോൾ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സർഫേസിൽ ടച്ച് ചെയ്യാതെ കോൺസ് പിടിക്കാൻ നോക്കുക. ടച്ച് ചെയ്തും വരയ്ക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടച്ച് ചെയ്തിട്ട് വരച്ച് പഠിക്കാം. എന്നിട്ട് കുറേശ്ശെയായിട്ട് ടച്ച് ചെയ്യാതെ ഈവൻലി പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് നീറ്റ് ലൈൻസ് വരയ്ക്കാൻ പഠിക്കാം. പിന്നെ തിക്ക് ലൈൻസ് വരയ്ക്കുമ്പോൾ നമ്മൾ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് വരയ്ക്കാൻ കഴിയും. ബട്ട് നമുക്ക് 2 ഔട്ട്ലൈൻ വരച്ചിട്ട് അതിന് നടുക്ക് ഫില്ല് ചെയ്തുകൊണ്ട് തിക്ക് ലൈൻസ് വരയ്ക്കാം. പിന്നെയുള്ളൊരു എലമെൻ്റ് എന്ന് പറയുന്നത് ഹംസ് വരയ്ക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഹംസിൻ്റെ ഹൈറ്റ് ഈവൺ ആവാൻ നോക്കണം. നമുക്കതിന് എന്ത് ചെയ്യാം, ഒരു ഔട്ട്ലൈൻ ഇതിനും വേണമെങ്കിൽ നമുക്കൊരു ഔട്ട്ലൈൻ കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഹംസ് ഈവൺ ആയിട്ട് വരയ്ക്കാം. ഒരേ തിക്നെസ്സിലും ഒരേ ഹൈറ്റിലും ആയിട്ട് വരയ്ക്കാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രാക്ടീസ് കോണ് ആൻഡ് എ ഷീറ്റ് ഓഫ് പേപ്പർ കരുതുക. എന്നിട്ട് എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ വരയ്ക്കുന്നത് ഒരു ബോർഡർ ഡിസൈനാണ്. ഇപ്പം നമുക്ക് ഹംസ് ആൻഡ് ലൈൻസ് വെച്ചിട്ട് ഒരു ബോർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഡിസൈനിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഹെന്നയിൽ എപ്പോഴും അപ്ലൈ ചെയ്യുന്നൊരു എലമെൻ്റാണ് അല്ലേ. അപ്പോൾ എൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ. പിന്നെ നമുക്ക് ഹംസിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ അതിൻ്റെ സൈസും തിക്നെസ്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് വേറെ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യൻ ഡിസൈൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരുപാട് ഹംസ് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഹംസ് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഡിസൈൻസിന് നല്ലൊരു നീറ്റ്നെസ്സും ഭംഗിയും കൂട്ടാൻ സാധിക്കും. പിന്നെയുള്ളത് നെഗറ്റീവ് ഫില്ലിംഗ് ആണ്. നമ്മളൊരു ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ഭാഗം തിന്നായിട്ടുള്ള ലൈൻസും ഡിസൈൻസൊക്കെ ആണെങ്കിൽ പിന്നെ കുറച്ച് ഭാഗം നമ്മൾ തിക്കാക്കാൻ നോക്കാം. അതിനൊരു ഈവൻലി പ്രൊപ്പോർഷൻ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. പിന്നെ ഏതൊരു ഗ്യാപ്പും ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഔട്ട്ലൈനിൻ്റെ ഭാഗത്ത് നിന്ന് ഫില്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓവർഫ്ലോയിങ് ആവാതെ നമുക്ക് നീറ്റായിട്ട് ഡിസൈൻ കിട്ടുന്നു.